പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലും വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലപ്പുറത്തെ പൊന്നാനി, മാറഞ്ചേരി, പെരുമ്പട, പെടപ്പാൾ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ചില സംഘടനകളുടെ പേരിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഇവിടെ നിരവധി ആളുകൾ, 50ഓളം ആളുകൾ പരാതി കൊടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ചില ഫൗണ്ടേഷനുകൾ, കൂട്ടായ്മകളൊക്കെ തന്നെ ഇവിടെ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഈ ഒരു പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പരാതിക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളെവിടെ, സ്ഥലം എവിടെയാണ്? നിങ്ങൾക്ക് എത്ര രൂപയാണ് നഷ്ടമായത്? എന്തായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്? ഞങ്ങൾ ഹോം അപ്ലയൻസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ കൊടുത്തത്. അഡ്വാൻസ് ആയിട്ട് 2400 രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞു. അത് കഴിഞ്ഞ് ജനുവരിയിൽ നമ്മൾ അതിൻ്റെ പകുതി എമൗണ്ട് അടക്കുന്നത്. അപ്പം ഒരു 44,000 AC ആണെങ്കിൽ നമ്മൾ 22,000 അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ 3 ഫാമിലി ആയിട്ട് അടച്ചിട്ട് ഒരു 85,000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പം അവർ ആദ്യം പറഞ്ഞത് ജനുവരിയിൽ നമുക്ക് AC തരാം, സാധനങ്ങൾ തരാമെന്നായിരുന്നു. പിന്നീട് പറഞ്ഞു അത് വൈകും, ഒരു മെയ് ഏപ്രിൽ ആ ഒരു സമയത്തായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, കാരണം മെയിലൊക്കെ ആകുമ്പോൾ ചൂടപ്പോഴേക്കും വരും, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വൈകി മാർച്ചിലാകുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം, രജിസ്ട്രേഷൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും പകുതി വിലയ്ക്കുള്ളതെന്ന് വിചാരിച്ച് നമ്മൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഇത് തട്ടിപ്പായിരുന്നു, ക്യാഷ് നമ്മൾ പോയി ഇങ്ങനെ ആളെ. ഏത് ഫൗണ്ടേഷൻ വഴിയായിരുന്നു? ഫൗണ്ടേഷൻ വഴിയായിട്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു മെമ്പറായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ബക്കർ എന്ന് പറഞ്ഞ ആളായിരുന്നു ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്. ആളുടെ ഗ്രൂപ്പിലാണ് നമുക്ക് എല്ലാ അപ്ഡേഷനും വന്നുകൊണ്ടിരുന്നത്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ആളാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് വാർത്തകളൊക്കെ വന്നതോടെയാണ്. അപ്പോൾ ആൾ പിന്നീട് നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ പേടിക്കേണ്ട, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷോ നമുക്ക് തരാം, അത് കുറച്ച് ടൈം എടുക്കും, അതുവരെ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കരുതെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീടൊന്നും അറിയാത്ത കാരണം നമുക്ക് എന്തായാലും നമ്മളെ ക്യാഷ് തിരിച്ച് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. വഞ്ചിക്കപ്പെട്ടു, പണം തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടൊപ്പം പരാതി കൊടുത്താണ്. അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട്. എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി തന്നെയാണ് 22,000 രൂപയോളം പറ്റിക്കപ്പെട്ടു. ഈ പറയുന്ന പോലെ AC ആയിരുന്നോ നിങ്ങൾ? ഞങ്ങളൊരു ഫാമിലി തന്നെയാണ്. അറിയുന്ന ആളായതുകൊണ്ട് ഇതിൽ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എനിക്ക് ഒന്ന് തുടക്കത്തിൽ ചില ആളുകൾക്കൊക്കെ ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയാണ് അറിഞ്ഞത്. അതെ അതെ അതെ. ഇത് ഈ മേഖല കേന്ദ്രീകരിച്ചാണല്ലോ കൂടുതൽ തട്ടിപ്പാണെന്നല്ലേ? എന്തൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ് നൽകുമെന്ന്? ഹോം അപ്ലയൻസ്, അങ്ങനത്തെ ഈ AC, അതേപോലെ തന്നെ ഈ ഡിഷ് വാഷ്, പ്ലേറ്റൊക്കെ കഴുകുന്ന അത്തരം ഉപകരണങ്ങൾ, പിന്നെ അതേപോലെ സ്കൂട്ടർ, ലാപ്ടോപ്പ്, മെഷീൻസ്, പിന്നെ ഈ തുന്നൽ മെഷീന്, അതേപോലെ നോട്ട്ബുക്ക്, ഇതൊക്കെ മുന്നേ ചില കാര്യങ്ങളൊക്കെ പകുതി വിലക്കൊക്കെ ആളുകൾക്ക് കൊടുത്ത് അവർ അങ്ങനെ ആകർഷിപ്പിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഹ്യൂജായിട്ടുള്ള വലിയൊരു ആളുകൾ ഇതിലേക്ക് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇതിൽ ചേരുകയൊക്കെ ഉണ്ടായത്. എൻ്റെ അറിവിൽ ഇപ്പോൾ ഏകദേശം ഒരു 600-700 ആളുകൾ ഈ പെരുമ്പടപ്പ് ബ്ലോക്കിലെ ആളുകളായിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 കോടി റുപ്യ വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്നത് തോന്നുന്നത്. 10 കോടി രൂപയുടെ തട്ടിപ്പ് ഈ മേഖലയിൽ മാത്രം ഇതിന് നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഓരോന്നിനും ഓരോ വാട്സപ്പ് കൂട്ടായ്മ, ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഏകദേശം 300-400 ആളുകൾ 4-5 വാട്സപ്പ് കൂട്ടായ്മകളുണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിവരം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുക വേണം. ഏതൊക്കെ കൂട്ടായ്മകളായിരുന്നു? ആ ഫൗണ്ടേഷനുകളെ കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. ഇതിപ്പോൾ ഈ അരിയാലി എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ പ്രധാനമായിട്ട്. മറ്റുള്ള കൂട്ടായ്മകൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് 10 ദിവസം മുന്നെയാണ്. അപ്പോൾ ഇയാൾക്ക് പറയാം, ഇയാൾ ഇതിന് മുന്നേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് TV-യിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ലീഡർ, ഒരു സ്ത്രീ പറഞ്ഞത്, ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത് 6 മാസം മുന്നേ ഇതിൻ്റെ ലാലി വിൻസെൻ്റ് അവർ പറയണ്ടായി 6 മാസം മുന്നേ ഇതിൻ്റെ വിഷയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡയറക്ടേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട ഇത് നടത്തുന്നതിൻ്റെ ഇടനിലക്കാർക്കൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ ബക്കറിനും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസം മുന്നേ ഞാൻ ഈ കാശ് അടക്കുമ്പോൾ അവനക്ക് എന്നോട് പറയാം, മനസ്സിലായോ? അവന് ഞാൻ അറിയുന്ന ഒരാളാണ്. എന്നോടിപ്പോൾ തൽക്കാലം നിൽക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാമെന്ന് അവനക്ക് പറയാമായിരുന്നു. അതുപോലും അയാൾ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് വിളിച്ചപ്പോൾ 3 ദിവസം മുന്നേ അയാൾ വിളിക്കുമ്പോൾ അയാൾ നമുക്ക് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഫോൺ കിട്ടിയിരുന്നു. ജനപ്രതിനിധിയാണ് തോന്നുന്നു. ഇന്നും ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ മൊബൈൽ സ്വിച്ച് ഓഫ്, പിന്നെ റേഞ്ച് അപ്പുറമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനപ്രതിനിധിയാണ്, ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും. ഇയാളെ കുറിച്ചിട്ട് ഒരു കംപ്ലയിൻറ്റും നാട്ടിലൊരു ക്രൈം റെക്കോർഡോ അങ്ങനെ ഒന്നുമില്ല. ആ പ്രദേശത്താണെങ്കിലും ഇയാളെ ഫാമിലി സംബന്ധമായിട്ടും നല്ലൊരു ക്ലീൻ ഇമേജുള്ളൊരു വ്യക്തിയാണ്. പിന്നെ മാത്രമല്ല, ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലും അയാളുടെ വാർഡിൽ ഒട്ടനവധി ജനകീയമായിട്ടുള്ള പദ്ധതികളും പരിപാടികളൊക്കെ കൊണ്ടുവരുന്നതിലൊക്കെ ഇയാൾ വളരെ ഉത്സുകനാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അത്തരം ഒരു നല്ലൊരു വ്യക്തി, ആ വ്യക്തിത്വമാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പർച്ചേസ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ആളുകൾ ഇതിൽ വന്നിട്ട് ഇതിൽ ചേർന്നത്.
അപ്പോൾ ആദ്യം സ്കൂട്ടറൊക്കെ കൊടുത്തപ്പോൾ ആളുകൾക്ക് ഈ പകുതി വിലക്ക് സ്കൂട്ടറൊക്കെ കിട്ടിയപ്പോൾ വലിയ രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ആകർഷിക്കപ്പെടുകയും എല്ലാവരും ഈ പണ്ടം പണയം വെച്ചിട്ട് ഭർത്താക്കന്മാരറിയാതുള്ള പ്രവാസികളായിട്ടുള്ള ഭാര്യമാർ അവരെ സ്വർണം പണയം വെച്ചിട്ടും സ്വർണം വിറ്റിട്ടും ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കഷ്ടപ്പെടുന്ന വളരെ പാവപ്പെട്ട ആളുകൾ പോലും ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും അവരുടെ പൈസ ഇതിലേക്ക്. ഫൗണ്ടേഷൻ എത്ര കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? ഈ ഹൈദരലി തന്നെയാണോ അതിന് നേതൃത്വം? 2019 മുതൽ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ 2021 തൊട്ടിട്ടാണ് ഇതിൻ്റെ കുറച്ചും കൂടി വ്യാപ്തി ആരംഭിച്ചത് എന്നാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം കൂടിയാണ്. ഇയാൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ഇവിടുത്തെ 16-ാം വാർഡ് മെമ്പറാണ് മുസ്ലിം ലീഗിൻ്റെ. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതൊക്കെയാണ് ഇതൊക്കെ ഇയാളുടെ ഈ ബിസിനസ്സിന് ആക്കം കൂട്ടാൻ വേണ്ടി ഈ എല്ലാ കാര്യങ്ങളും ഇയാൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സംഭവം നടന്നതിന് ശേഷം അയാളെ ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല. സംഭവം നടന്നതിന് ശേഷം ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ ഇതാണ് പറഞ്ഞത്, കംപ്ലയിൻറ്റ് കൊടുക്കരുത്, കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങളൊക്കെ നീങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ഞാൻ ബന്ധപ്പെട്ട ഞങ്ങൾ 140 ഞങ്ങളുടെ കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകളുടെ ആളുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തൽക്കാലം കേസിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകരുതെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇത് എത്ര നാൾ നമ്മളിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെങ്കിലല്ലേ നമുക്ക് എത്ര ആളുകളാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിന് നാളെ ഒരു കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി പൈസ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടവർക്കല്ലേ പൈസ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ നാളെ അയാൾ കാശ് തന്നില്ല വെച്ചെങ്കിലാ. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. എൻ്റെ വെറും 5000 രൂപ മകൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ ഇതേമാതിരി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. കുറേ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയത് അത് മാക്സിമം മുതലെടുത്തിട്ടുള്ള ഒരു കളിയാണ് നടന്നിരിക്കുന്നത്. കുറച്ചൊന്നല്ല തട്ടിപ്പ് നടന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെയാണ്. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ പ്രവർത്തകനെ വാർഡ് മെമ്പർ എന്ന നിലക്ക് കൃത്യമായിട്ട് അത് ദുരുപയോഗം ചെയ്തിട്ട് കൃത്യമായിട്ട് ആളുകൾ വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പറ്റിക്കലിൻ്റെ ഇത് ഉണ്ടായിരിക്കണം. ഭീമമായ പറ്റിക്കലുണ്ടായിരിക്കണം. സാധാരണക്കാരായ മനുഷ്യർ കൊടുത്ത ചെറിയ ചെറിയ തുക അത് പറ്റിച്ചു. ബുക്ക്, പേന, പെൻസില്, ബാഗ്, 6 രൂപയുടെ 2 രൂപയുടെ സാധനം 6 രൂപ കിറ്റ്, അങ്ങനെ നിരന്തരം കൊടുത്തിട്ടാണ് ആളുകൾ ഇത് പറ്റിക്കപ്പെട്ടത് ആളുകൾ. അപ്പോൾ ഭീമമായ തുക വലിച്ച് ഇപ്പോഴും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പാടില്ല, 2 മാസം കഴിഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇവരെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും 5000 രൂപ എൻ്റെ വിട്ടിട്ടുള്ളൂ, എൻ്റെ മകളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 5000-ന് പാകില്ലാത്തവരാണ് നമ്മൾ. ഇതാണ് സ്ഥിതി. ഇങ്ങനെ ഭീമമായ പക്ഷേ ആളുകളെല്ലാം കംപ്ലയിൻറ്റ് കൊടുത്താൽ പൈസ കിട്ടൂല വെച്ചിട്ട് ആരും കംപ്ലയിൻറ്റ് വരണില്ല. ഇതാണ് പറ്റിക്കപ്പെട്ടിട്ട് ഇപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ആളുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫണ്ട് കിട്ടൂല എന്നുള്ള രീതിയിൽ സംസാരിച്ചിരിക്കണം. ഈ ആൾ വന്നിട്ട് രാത്രി പോസ്റ്റ് വെച്ചപ്പോൾ പോസ്റ്റ് രാത്രി വന്നിട്ട് കീറിക്കൊള്ളി CCTV ദൃശ്യം പതിഞ്ഞതാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുത്താൽ ഫണ്ട് കിട്ടില്ല. എനിക്ക് അവിടെ ഒരു TK സൂപ്പർ മാർക്കറ്റാണുള്ളത്. ഒരു മുന്നേ എന്നോട് പറഞ്ഞ ഒരു സ്കൂൾ കിറ്റിൻ്റെ ഒരു ഓർഡറുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. പിന്നോട് പറഞ്ഞ ഒരു 3 ലക്ഷം രൂപയുടെ ഓർഡറാണ് എനിക്ക് തന്നത്. അപ്പോൾ കടവന്തറയുള്ള ഒരു ടീം എനിക്ക് അക്കൗണ്ടിൽ കാശ് വരും, അതിന് എനിക്ക് ഒരു എത്ര രൂപ എനിക്ക് കമ്മീഷൻ തരാൻ പറ്റുമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്കൂളിൻ്റെ സാധനങ്ങളാണല്ലോ, എനിക്ക് എത്രയെന്ന് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ ഒന്ന് കൂട്ടിയിട്ട് എത്ര രൂപ ഏകദേശം എന്നോട് പറഞ്ഞ ഒരു 20,000 രൂപ ഞാൻ അതിന് 3 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താൽ 20,000 രൂപ കമ്മീഷൻ തരാൻ തന്നെ. ആ കമ്മീഷൻ ബേസിൽ എനിക്ക് ഓർഡർ തരികയും ചെയ്ത് 3 ലക്ഷം രൂപയുടെ ഓർഡർ തന്ന് ഞാൻ അതിനുള്ള പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കുകയും ചെയ്ത്. ഇറക്കിയ കഴിഞ്ഞ ബിസിനസ് ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഈ 150 ആൾക്കാരും കടയിലേക്ക് വന്നു. അപ്പോൾ ഈ 150 ആൾക്കാർ കടയിൽ വന്ന ആൾക്കാരോട് പറഞ്ഞത് എന്താ, TK സൂപ്പർ മാർക്കറ്റിൽ 1000 രൂപ കൊടുക്കുക, 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുക. പിന്നീട് ഒരു ടോക്കൺ തന്നാൽ ടോക്കൺ ഈ തിരിച്ച് തന്നു കഴിഞ്ഞാൽ 150 എണ്ണം തന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ 3 ലക്ഷം രൂപ വന്ന പാടന്നെ 1.5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് അവൻ വാങ്ങിച്ച് പ്രൊഡക്റ്റ് മേടിക്കാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അതിന് അടുത്ത ഓർഡർ എനിക്ക് തരാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് 40,000 രൂപ അതിന് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 40,000 രൂപ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 40,000 രൂപ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ അവിടെ ഒരു മിലോ മാർട്ട് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 40,000 രൂപ അവർക്ക് കൊടുക്കണം ഞാൻ ഈ ഓർഡർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് ഈ കമ്മീഷൻ ഏത് പൈസയിലാണെന്ന് വെച്ച് അരിയാലി ഫൗണ്ടേഷനിലേക്കാണ് ഞങ്ങൾ മറ്റുള്ള തയ്യൽ മെഷീൻ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൊടുക്കില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് GST ബില്ല് വേണമെന്ന് തന്നെ. അപ്പോൾ GST ബില്ലാണ്. അപ്പോൾ 20,000 രൂപ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് 20,000 രൂപ തരൂല എന്ന് പറഞ്ഞു. 20,000 തരൂല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എൻ്റെ കടയിലേക്ക് അവന് ലീഗൽ മെട്രോളജി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഓഫീസർമാരിൻ്റെ കടയിൽ കയറിയിട്ട് എനിക്ക് 28,000 രൂപയോളം ഫൈൻ വന്നു. ഫൈൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളി, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. അതിന് അവിടെയുള്ള മധ്യസ്ഥന്മാരെല്ലാവരും തീരുമാനിച്ചിട്ട് എനിക്ക് ഫൈൻ അടച്ച് ബാക്കി 20,000 രൂപ അവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിച്ച് ഞാൻ. എന്താണെന്ന് തന്നെ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റണില്ല. ഇവന് ഒരു അഡ്വക്കേറ്റാണ്, ഇവന് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് നിരന്തരം നമ്മളെ കടയിൽ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. മുഴുവൻ പേരൊന്ന് പറയാം.
അഡ്വക്കേറ്റ് കെ.എ. ബക്കർ. അവരെല്ലാവരെയും വിളിച്ചിട്ട് എന്താണ് നമ്മൾ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടും പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ എന്താ പറയുക, ഇന്നിപ്പോൾ GSTക്കാർ വന്നു കഴിഞ്ഞാൽ നാളെ സെയിൽ ടാക്സ് വരെ വരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പഞ്ചായത്തിൽ നിന്ന് കവറുണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ കട മാത്രം ടാർഗറ്റ് ചെയ്ത് തന്നെ നിൽക്കകളില്ലാതായപ്പോൾ ഞാൻ എന്താണ് അനന്തകൃഷ്ണനായിട്ട് അയാൾക്ക് ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നു? ഇങ്ങനെ ന്യൂസിലൊക്കെ വന്നിരുന്നു അനന്തകൃഷ്ണനായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷേ ഇനി ഇതുപോലെ ഇന്നെപ്പോലെ ഒരുപാട് കടക്കാർ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ 1.5 ലക്ഷം റുപ്യ അവൻ്റെ കയ്യിൽ നിന്ന് ഈ 3 ലക്ഷം വന്നതിൽ 1.5 ലക്ഷം. അപ്പോൾ ഈ 10 കടക്കാരോ 12 കടക്കാരോ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 19 ലക്ഷം റുപ്യോളം ആ രീതിക്ക് തന്നെ കളഞ്ഞിട്ടുണ്ട്. ആ കാശ് എവിടെ പോയി എന്നുള്ളത് അവർ പറയട്ടെ. ഈ അഡ്വക്കേറ്റ് ബക്കർ ആയാലും എന്തെങ്കിലും വിവരം ഉണ്ടോ? ഞാൻ അതിൻ്റെ ശേഷം ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നെ ആളെ കുറിച്ചൊരു വിവരം കണ്ടിട്ടില്ല. ഞാൻ അവിടെ അവനക്കെതിരെ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് രാത്രി വന്ന് കീറി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഇതിലൊക്കെ കണ്ടിരുന്നു, വാട്സപ്പിലൊക്കെ കണ്ടിരുന്നു. അതേ എനിക്കറിയുള്ളൂ. പക്ഷേ ഇനിയൊരാൾ പറ്റിക്കപ്പെടരുത്. നമ്മളെ പോലത്തെ ബിസിനസ്സുകാർ വന്നിട്ട് ഇതിൽ വന്ന് നമ്മൾ ഇത്രയും കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വന്ന് അത് കൊടുക്കൂല എന്ന അടിസ്ഥാനത്തിലാണ് ഇത്രയും ആൾക്കാരെ നമ്മളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മളെ അയൽവാസിയാണ് ഇപ്പോൾ 1 ലക്ഷം റുപ്യോളം കൊടുത്തിട്ടില്ല. AC-ക്കും ഇതിനുമായിട്ട് ഞങ്ങളെ 2 താത്താർ ഇവിടെ വന്നിട്ട് സംസാരിച്ച്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും പറഞ്ഞിരിക്കണമെങ്കിൽ പരാതി കൊടുക്കരുത്. പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കാശ് കിട്ടൂല എന്നുള്ളത് അത് വെറുതെ പറയാണ്. എന്നാൽ അവന് പറയട്ടെ, വന്ന് നിന്ന് പറയട്ടെ, ഞാൻ ഇത്ര കാശ് കൊടുക്കാണ്ട്, ഇത്ര കാശ് എൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. ഹരിയാലി അക്കൗണ്ടിലേക്കാണ് കാശ് അയച്ചിട്ടില്ലേ. ഹരിയാലിയിലെ അക്കൗണ്ടിലെ ആൾക്കാർ പറയട്ടെ, വന്നിട്ട് കാശ് തരാം, ഇന്ന ദിവസം കാശ് മേടിച്ച ആൾക്കാരൊന്നും കാശ് കൊടുക്കാൻ പറയട്ടെ അവർ. അതാണ് ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ. തീർച്ചയായും നിരവധി പരാതിക്കാരുണ്ട്. ഇപ്പോഴും നിരവധി മനുഷ്യർ വഞ്ചിക്കപ്പെട്ടത് തിരിച്ചറിഞ്ഞിട്ടും എന്താണ് ഇനി ചെയ്യേണ്ടതെന്നറിയാതെ പല മേഖലകളിലുണ്ട് എന്നുള്ളതാണ് പരാതിക്കാർ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. വീട്ടമ്മമാരുണ്ട്, വ്യാപാരികളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകനും ജനപ്രതിനിധിയുമായിട്ടുള്ള ബക്കർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒളിവിലാണ്. അയാൾ പരാതി കൊടുക്കരുത്, പരാതി കൊടുത്താൽ നിങ്ങൾക്ക് നിലവിൽ ലഭിക്കാത്ത പണം പോലും തിരിച്ചു ലഭിക്കില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ സഹികെട്ടാണ്, അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് പരാതി കൊടുക്കാൻ തയ്യാറായത്. അത് ഇയാൾ പറഞ്ഞത് ഞാൻ നോക്കട്ടെ, ഞാൻ അവരുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പൈസ കിട്ടുമെന്ന് നോക്കട്ടെ, നിങ്ങളിപ്പോൾ തന്നെ കേസിന് പോലീന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസ് എന്താ പറയുന്നത്? പോലീസൊന്നും പറഞ്ഞില്ല. പോലീസ് ഇപ്പോൾ SI ഇപ്പോൾ പുറത്ത് എന്തൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് എല്ലാ പരാതിക്കാരുടെയും ഒരു ആപ്ലിക്കേഷൻ എഴുതിയിട്ട് ഞങ്ങൾ എല്ലാവരുടെയും പേരെഴുതി അവരുടെ മൊബൈൽ നമ്പർ സൈനൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് പരാതി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പരാതിയൊക്കെ വെച്ചുകൊണ്ട് അവർ കേസുമായി മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ. മലപ്പുറം ജില്ലയിൽ മാത്രം ഏകദേശം 18ഓളം NGOകളുടെ നേതൃത്വത്തിലാണ് വിവിധ ഇടങ്ങളിലായി തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം തട്ടിപ്പ് നടന്നിട്ടുള്ളത് നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന മാറഞ്ചേരി, പെരുമ്പടപ്പ്, പൊന്നാനി, എടപ്പാൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ ഒരു മേഖലകളിൽ നടന്നിട്ടുണ്ട്. പരാതിക്കാർ തന്നെ അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. ഇനിയും നിരവധി പരാതികൾ വരുമെന്നുള്ളതാണ് ഇവർക്ക് തന്നെ പറയുന്നത്. നിലവിൽ ഈ ഒരു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ അറസ്റ്റ് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഷീർ എന്ന് പറയുന്ന ഒരു NGOയുടെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പറയപ്പെടുന്ന ഈ ഐരാലി ഫൗണ്ടേഷൻ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ബക്കർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഒളിവിലാണ് എന്നുള്ളതാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ പണം തിരികെ ലഭിക്കില്ല എന്ന് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പരാതി കൊടുക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് പരാതിക്കാർ നമ്മുടെ ചാനലിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലോയ്ക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, പൊന്നാനി.